ആകസ്മിക മരണങ്ങൾ ഈ ആധുനിക ലോകത്ത് അനുദിനം അങ്ങ് പെരുകുക. വൃദ്ധനെന്നും ശിശുവെന്നും ധനവാനെന്നും ദരിദ്രനെന്നും പണ്ഡിതനെന്നും പാമരനെന്നുമില്ലാതെ മരണം തൻ്റെ ജൈത്രയാത്ര തുടരുകയാ. ലോകത്ത് ജനിച്ച മനുഷ്യരൊക്കെ മരിക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് മനുഷ്യർ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ചില മനുഷ്യർ മരണത്തിൻ്റെ മുമ്പിൽ പുഞ്ചിരിക്കുന്നു. വേറെ ചില മനുഷ്യർ മരണത്തിൻ്റെ മുമ്പിൽ പരിഭവിക്കുന്നു. ലോകം മഹാന്മാരാണെന്ന് പറഞ്ഞ പല ആളുകളും മരണത്തിൻ്റെ മുമ്പിൽ പരിഭവിക്കുകയായിരുന്നു. അതുകൊണ്ട് മഹാനായ ഷേക്സ്പിയർ പറഞ്ഞത്, ഭീരുക്കൾ അവരുടെ ജീവിതത്തിൽ വെച്ച് തന്നെ നിരവധി തവണ മരിക്കുന്നു. ലോകം മഹാന്മാരാന്ന് പറഞ്ഞ് 1-2 പേരെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നേതാവായ വോൾട്ടേർ. എന്താ വോൾട്ടേറിൻ്റെ അന്ത്യവാക്ക്? നിത്യനാശത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവൻ്റെ വേദന ഞാൻ അറിയുന്നു. എൻ്റെ നിത്യനാശത്തിൻ്റെ ഈ സ്വർഗത്തിലെ നിത്യതയുടെയും തമ്മിലുള്ള അകലെ എത്ര അഗാധമാണ്. മരണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ എനിക്ക് മയക്കുമരുന്ന് തരൂ. ഇംഗ്ലണ്ടിലെ രാഷ്ട്രരക്തമായിരുന്ന തോമസ് ഓക്കോട്ട്, അദ്ദേഹവും മരണത്തിൻ്റെ മുമ്പിൽ പരിഭവിക്കുക. ദൈവം കൈവിട്ടവൻ്റെ സകല വേദനയും അറിഞ്ഞു ഞാനിതാ മരിക്കുന്നു. മലയാള സാഹിത്യത്തെ കൈവിളിച്ചുയർത്തിയ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള സാറ് മരണത്തിൻ്റെ സമസ്യകളെന്ന കവിതാ സമാഹാരത്തിൽ പാടുക, മരണപ്പുഴയിലെ വലിയറ്റം കടന്നു വരും, അറ്റുപോകും ഇതിലെ നിഖില ബന്ധങ്ങളും ശേഷിക്കും ശൂന്യത മാത്രം. ലോകത്തിലെ മഹാന്മാരൊക്കെ മരണത്തിന് മുമ്പിൽ പരിഭവിക്കുമ്പോൾ ആചാര്യ നരേന്ദ്രസ്വാമികൾ ഇങ്ങനെ പാടി, ധനാനി ഭൂമി പഞ്ചവശ ഗോഷ്ഠേ നരീ ഗ്രഹയാം ജനേ ശ്മശാനേ ദേഹം ചുതയാം പരലോക മാർഗേ കർമാനുഗോ ഗച്ഛന്തേ ജീവകേ ഏക. അർത്ഥം ധനവും ഭൂമിയും പോറ്റി വളർത്തിയ ശരീരവും സ്നേഹിച്ച ഭാര്യയും സ്നേഹിക്കപ്പെട്ട മക്കളും കുഴിക്കരയെന്ന് യാത്ര പറയും. പോകുന്നതപ്പുറം ആത്മാവ്. അതുകൊണ്ട് തന്നെ ബൈബിൾ ചോദിക്കുക, ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ബൈബിള് ഏറ്റവും പഴക്കമുള്ള ചോദ്യം മരണം സംബന്ധിച്ച ചോദ്യമാണ്. ചോദിച്ചത് ഇയ്യോബാ, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഉത്തരം അദ്ദേഹം പറഞ്ഞെങ്കിലും ഇച്ചിരി കൂടെ കൃത്യമായിട്ട് പുതിയ നിയമത്തിൽ ധന്യനായ പൗലോസ് ശ്ലീഹ പറഞ്ഞു, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ പെന്തിക്കോസ്തുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത വെള്ളത്തുണിയൊന്നുമല്ല കേട്ടോ. പെന്തിക്കോസ്തുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള അറിവാണ്. ആ അറിവ് ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഞാൻ ഈ രാത്രി പ്രസംഗിക്കുന്ന യേശുവാ. ലോകത്തിൽ സകല മതങ്ങൾക്കും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഒക്കെ പഠിപ്പീരുകളുണ്ട്. അതിൽ 2 പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ, ഒന്ന് പുനർജന്മം, മറ്റൊന്ന് പുനരുദ്ധാനം. ഭൂരിപക്ഷം ആളുകളും പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് പുനരുദ്ധാനത്തെക്കുറിച്ച് യേശു പറഞ്ഞ ആ കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. യേശു പറഞ്ഞു, ഞാൻ പുനരുദ്ധാനമാ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും എന്ത് ചെയ്യും? ജീവിക്കും. അത് തെളിയിക്കാൻ ഒറ്റ സംഭവമേ. ഇന്നും ആ പാറ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ നിൽപ്പുണ്ട്. ആ പാറയുടെ പേര് ജിബ്രാൾട്ടർ പറയുന്ന. 14-ാം നൂറ്റാണ്ട് വരെ ആളുകൾ വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്നതാണെന്ന. പരന്ന ഭൂമിയുടെ അങ്ങേ അറ്റത്തെ അതിരായിട്ടാ എല്ലാവരും ജിബ്രാൾട്ടർ പാറയെ കണ്ടത്. ആരോ ആ പാറയിൽ എഴുതി വെച്ചു, ഇവിടെ വരെ വരാവൂ, ഇതിനപ്പുറം പോകരുത്. വരുന്നവരെല്ലാം പാറ കൊണ്ട് യാത്ര അവസാനിപ്പിക്കുമ്പോൾ സാഹസികനായ ചെറുപ്പക്കാരനായ ഒരു നാവികന് തോന്നി, ഈ പാറയ്ക്കപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തണം. അയാൾ പായ്ക്കപ്പലിനകത്ത് ആഹാരവും വെള്ളവും ശേഖരിച്ച് ജിബ്രാൾട്ടർ പാറ ഇങ്ങനെ ചുറ്റാൻ തുടങ്ങി. ചുറ്റി 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 പാറയ്ക്കപ്പുറം കടന്നു. കടലിങ്ങനെ വിരിഞ്ഞൊഴുകുന്ന കടലിലൂടെ അയാൾ യാത്ര ചെയ്തു. യാത്ര ചെയ്ത് അപ്പുറത്തൊരു തീരം. അവിടെ എത്തിയപ്പോൾ മരങ്ങളും മനുഷ്യരും മത്സ്യങ്ങളും തീരത്തിനും ആളുകൾക്കും ആ മനുഷ്യനൊരു പേരിട്ടു, റെഡ് ഇന്ത്യൻസ്. പേരിട്ട മനുഷ്യൻ്റെ പേരെന്താണെന്നറിയാം? കൊളംബസ്. അയാൾ കണ്ടുപിടിച്ച തീരം ഏതാണെന്നറിയാം? അമേരിക്ക. അത് കണ്ടേച്ച് അയാൾ യൂറോപ്പിൽ വന്നു. സ്പെയിനിൽ വന്നേച്ച് തൻ്റെ നാട്ടുകാരോട് പറഞ്ഞു, നമ്മൾ വിശ്വസിച്ചതുപോലെ ജിബ്രാൾട്ടർ പാറ കൊണ്ട് കടലൊന്നും തീരുന്നില്ല. ആ പാറയ്ക്കപ്പുറത്ത് കടലുണ്ട്, ആ കടലിനപ്പുറത്ത് കരയുണ്ട്. അവർക്കത് വിശ്വസിക്കാതിരിക്കാൻ പറ്റിയില്ല. കാരണം മറ്റുള്ളവരല്ല പാറയ്ക്ക് ഇപ്പുറത്ത് നിന്ന് അപ്പുറത്ത് അതാ ഇതാന്ന് ഊഹം പറഞ്ഞപ്പോൾ ദണ്ഡിത ഒരാൾ പോയി കണ്ടേച്ചു വന്ന് പറയുക, അപ്പുറത്ത് വീടുണ്ടെന്ന്. ഇത് തന്നെയല്ലേ ഞാൻ പ്രസംഗിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി? ലോകത്തിലെ മതങ്ങളും തത്വങ്ങളും ഇസങ്ങളും മനുഷ്യരുമല്ല, മരണത്തിന് ഇപ്പുറം നിന്ന് അപ്പുറത്ത് അതാണ് ഇതാണെന്ന് പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന യേശു മരിച്ചടക്കപ്പെട്ട അരിമത്യക്കാരൻ്റെ കല്ലറയിലിരുന്ന് ഉയർത്തെഴുന്നേറ്റ് ലോകത്തോട് പറഞ്ഞു, ഞാൻ പുനരുദ്ധാനവും ജീവനുമോ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്തിനും ഏതിനും
ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്ന ആധുനിക ലോകത്തിന് 3 ശാസ്ത്രങ്ങളുടെ അകമ്പടിയോടുകൂടി ധന്യനായ പൗലോസ്ലീഹ പുനരുത്ഥാനം തെളിയിച്ചു. ഏതൊക്കെ? 1 സസ്യശാസ്ത്രം, 2 ജന്തുശാസ്ത്രം, 3 വാനശാസ്ത്രം. എല്ലാം ഒന്നും പറയുന്നില്ല, സസ്യശാസ്ത്രം പറയാം. എൻ്റെ അപ്പനൊരു കൃഷിക്കാരനാണ്. ഈ അടുത്ത സമയത്ത് നല്ല വറവുള്ള മാർച്ച് മാസം അത് കുറേ ചേനയൊക്കെ ഇങ്ങനെ പീസായിട്ട്, അതിന് ഞങ്ങളുടെ അവിടെ പറയും പൂള് വെട്ടുക എന്നാ, പൂളായിട്ട് വെട്ടി എന്നിട്ട് ചാണകവെള്ളത്തിൽ മുക്കി ഇങ്ങനെ പുകറ വെച്ചൊക്കെ ഉണക്കുന്നു. ഞാൻ ചോദിച്ചത് എന്നത്തിനാ? അന്നേരം നല്ല വറവുള്ള ഒരു ദിവസം ഇതുകൊണ്ട് കുഴിച്ചു വെക്കുന്നു, കരിയിലും ചാണകപ്പൊടി ഇട്ട്. ഞാൻ ചോദിച്ചു, ഈ വറവത്ത് ഇത് വെച്ച കിളുക്കുമോ? അന്നേരം അദ്ദേഹം പറഞ്ഞു കിളുക്കുമോ. ഞാൻ പറഞ്ഞു, റോസാ ചെടിയൊക്കെ നല്ല വെള്ളത്തിൽ വെച്ചാൽ പോലും 4 വട്ടം വെള്ളം ഒഴിച്ചാൽ കിളുക്കത്തില്ല, പിന്നെ ഈ വറവത്ത് ചേന. അദ്ദേഹം പറഞ്ഞു, ഇപ്പം ഇത് വിടുന്നൊന്ന് വന്നു. എന്നിട്ട് അടുത്ത ഒരു ഇടിവെട്ടോടുള്ള ഒരു മഴയുണ്ട്, തുലാമഴ. അത് കഴിയുമ്പോൾ ഇതിനകത്തുനിന്നൊരു കിളുപ്പ്. ഞാൻ പറഞ്ഞു, ചുമ്മാതെ പൊട്ടത്തരം പറയാതെ. അദ്ദേഹം പറഞ്ഞു, കാണാം, നോക്കിക്കോളാൻ പറഞ്ഞു. അടുത്ത ഇടിവെട്ടും മഴയും കഴിഞ്ഞപ്പം എന്നെ വിളിച്ച് കാണിച്ചു, കണ്ടോ ഇത് കിളുത്ത് നിൽക്കുന്ന കണ്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ചേനയുടെ കാര്യം പറയണ്ട, ഇതുപോലെ മരിച്ചവരുടെ പുനരുദ്ധാനം എന്നങ്ങ് പറയാൻ പറഞ്ഞു. ചാണ്ടിപ്പാസ്റ്ററും മക്കളും ഉൾപ്പെടെ, അവർ മാത്രമല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ജഗദൽപൂരി എന്നപ്പം കണ്ടു ഒരു ദൈവദാസൻ്റെ ഭാര്യയെ കഴുത്ത് കിട്ടിയിട്ടില്ല ഇതുവരെ, ഉടൽ മാത്രം കിട്ടി. കാലും കൊണ്ടുപോയി കഴുത്തും കൊണ്ടുപോയി. അവർ കൊണ്ട് ഉടലാണ് അടക്കിയത്. എൻ്റെ അടുക്ക ചോദിച്ചു, പാസ്റ്ററെ ഇതാ ഞങ്ങൾ അനുഭവിക്കുന്ന പീഡ. പക്ഷെ ഞാൻ പറഞ്ഞു, കാഹളം ധ്വനിക്കുന്ന ഒരു ദിവസമുണ്ട്, കല്ലറയിൽ ഇരിക്കുന്നവർ അവിടുത്തെ സ്വരം കേൾക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ചാണ്ടിപ്പാസ് ഉയർക്കും, കുഞ്ഞുങ്ങൾ ഉയർക്കും, ഉടലില്ലാതെ ജഗദൽപൂര് കൊണ്ടടക്കപ്പെട്ട ദൈവദാസൻ ഉൾപ്പെടെ എല്ലാവരും ഉയർക്കും. ഇതല്ലേ നമ്മുടെ പ്രത്യാശ? എന്നാ പ്രത്യാശ? മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ, സംഭവങ്ങളെ കർത്താവിൻ്റെ തേജസ്സിനെ പറ കണ്ണാടി പോലെ. അതൊക്കെ ചുമ്മാ ഒന്നും പറഞ്ഞു വിടരുത്. 2 മിനിറ്റൂടെ കൊല്ലംകാർ ഇതൊക്കെ കേൾക്കണം, എന്നിട്ട് വേണം അങ്ങോട്ട് ആരാധിക്കാൻ. ഇതൊരു യഹൂദ സംസ്കാരമായിട്ട് ബന്ധമുള്ള വാക്കാ പാസ്റ്ററെ. യഹൂദനായ ഒരു പുരുഷൻ തനിക്കൊരു ഭാര്യയെ ഇഷ്ടപ്പെട്ട് വിവാഹ നിശ്ചയം നടത്തിയ, വിവാഹത്തെക്കാട്ടി വലുതാ വിവാഹ നിശ്ചയം. ആ വിവാഹ നിശ്ചയത്തിൽ 2 കാര്യം ചെയ്യും. 1, അവൻ്റെ അധ്വാനത്തിൻ്റെ പ്രാപ്തി തെളിയിക്കാൻ അവൻ കുറച്ച് അധ്വാനിച്ചതിൻ്റെ വീതമായിട്ടാണ് വരുന്നത്. പിന്നെ അവൻ്റെ കയ്യിൽ ഒരു ഒരു മൂടുപടവും കാണും. എന്നിട്ട് ഇവർ വന്നേച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നറിയോ? ആദ്യം കൊടുക്കവിടെ കയ്യിലോട്ട് ദ്രഹ്മ. എന്നിട്ട് പറയും, എനിക്കും നിനക്കും നമുക്ക് പാർക്കാൻ ഞാനൊരു വീടൊരുക്കാൻ പോവാ. എന്ന് വീടിൻ്റെ പണി തീരുവോ അന്ന് നിന്നെ ഞാൻ വന്ന് ചേർക്കും. എന്നിട്ട് അവിടെ മുഖത്ത് മൂടുപടം ഇടും. എന്നിട്ട് അവളോട് പറയും, ഞാൻ വരുന്ന ഒരു ദിവസമുണ്ട്, അതിനു വേണ്ടി കാത്തിരിക്കണം. എതിലെ കൂടെ എല്ലാം കൂട്ടുകാരുടെ കല്യാണത്തിന് പോയാലും അവിടെ മുഖത്ത് മൂടുപടമുണ്ട്. ഈ മൂടുപടം ഉയരുന്ന ദിവസം എന്നാന്നറിയാവോ? എന്നാണോ മണവാളന്റെ ആർപ്പുവിളിയുടെ സ്വരം കേൾക്കുന്നത്, അന്ന്. ഞാൻ ഈ ദൈവസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു ദൈവദാസനായതുകൊണ്ട് അടുത്തു നിന്ന് ശവസംസ്കാരം നടത്താറുണ്ട്. ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് മുഖം മൂടാൻ പറയും. ഇന്നും എൻ്റെ വൈഫ് പഠിപ്പിച്ച ഒരു കുഞ്ഞ് ഷെക്കാനാമോൾ 11ാമത്തെ വയസ്സിൽ നാഥൻ്റെ ക്ഷണം സ്വീകരിച്ച് അവളുടെ കർത്താപ്പച്ചൻ്റെ അടുക്ക പോയി. ലാസ്റ്റ് കണ്ടത് മുഖം മൂടുക. ഇങ്ങനെ മുഖം മൂടുമ്പോൾ ഭൂമിയിലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ഒളിക്കുക. എന്നിട്ട് കല്ലറയ്ക്കകത്തിരിക്കുക. എത്ര വിശുദ്ധന്മാരാ കല്ലറയ്ക്കകത്തിരിക്കുന്നത്! ബില്യം കേറി, വില്ലി ഗ്രഹാം, ഹല്ലേലൂയ ഹല്ലേലൂയ, ഹഡ്സൺ ടൈലർ, എബ്രഹാം, പി.ഡി. ജോൺസൺ, പി.എസ്. ഫിലിപ്പ്, പാസ്റ്റർ വി.എ. തമ്പി, ഹല്ലേലൂയ. ചാണ്ടി പാസ്റ്റർ കുഞ്ഞുങ്ങൾ എന്ന് വേണ്ട, കല്ലറയിൽ ഇരിക്കുന്ന കോടാകോടി വിശുദ്ധന്മാർ. പക്ഷെ നമുക്കൊന്നറിയോ, കാഹളം ധ്വനിക്കും മരിച്ചവരക്ഷരായി. ഇതല്ലേ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യം? ഇതല്ലേ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ? ഇതല്ലേ 5-6 ക്രെഡിറ്റ് കാർഡും 8 ഡെബിറ്റ് കാർഡും ഉണ്ടെന്നിരിക്കട്ടെ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തേലും വിലയുണ്ടോ വെച്ചാ? ആധാറിന് വിലയുണ്ടോ? ആധാരത്തിന് വിലയുണ്ടോ? തിരിച്ചറിയ കാർഡിന് വിലയുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിലയുള്ള ഏത് കാർഡുണ്ട് ഈ ലോകത്തിൽ? പക്ഷെ പെന്തക്കോസ്തുകാരായ ഞങ്ങളൊരു കാര്യം പറയുന്നു, മരിക്കുന്നതിന് മുമ്പ് പേരെഴുതി ചേർക്കേണ്ട ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ജീവപുസ്തകം. ആ പുസ്തകം
പുസ്തകത്തിൽ പേരെഴുതുന്നത് കുടുംബ പാരമ്പര്യം കൊണ്ടല്ല. ആ പുസ്തകത്തിൽ പേരെഴുതുന്നത് ബൈ ബർത്തിലല്ല. ആധാറിൽ പേര് വേണമെങ്കിൽ, ആ യോഗ്യതയുമായിട്ട് ചെന്ന് ചേർക്കണമെങ്കിൽ മാനസാന്തരപ്പെടുന്ന ഒരാൾക്ക്, സ്നാനപ്പെടുന്ന ഒരാൾക്ക്, അവർക്ക് എൻ്റെ പൊന്നു സുഹൃത്ത്, ഇത് ഈ നാടിനോട് പറയാനാ ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ വന്നത്. ഇവിടുന്ന് പോകുന്ന വഴിക്ക് എൻ്റെ തല പോയാലും എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ പേര് വിളിക്കുന്ന ഒരു ദിവസം. അതാ എൻ്റെ ധൈര്യം. സ്തോത്രം. പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടും ഭാര്യയോടും പറയാറുണ്ട്, അപ്പ പോയതുപോലെ വരണമെന്നില്ല. ചിലപ്പോൾ പെട്ടിക്കകത്ത് അങ്ങനെ ഒരു ദൂത് കിടപ്പുണ്ട്, രക്തസാക്ഷിയാകുമെന്ന്. പണ്ടേ ഒരു കൊതിയുണ്ട് എൻ്റെ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകാൻ. അതുകൊണ്ട് തന്നെ ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ഞാൻ പറയാറുണ്ട്, പോയതുപോലെ തിരിച്ചു വരണമെന്നില്ല. തലയില്ലാതെ നിങ്ങൾ കിടക്കേണ്ടി വന്നാലും നിങ്ങൾ ഒരു കാര്യത്തിൽ അധൈര്യപ്പെടരുത്. പേര് വിളിക്കുന്ന ദിവസം. ഒരൊറ്റ ജീവിതം. മനുഷ്യന്റെ ആയുസ് 70, ഏറെയായ 70, ദീർഘായ 80. അച്ഛാ 80 വേണ്ടായോ അച്ഛാ? 80 ഗുണം 365 കണക്ക് കൂട്ടാൻ ഒരു രസം. 360 എടുത്തു. 10 വർഷം 3600 അല്ലേ? 20 വർഷം 7200, 40 വർഷം 14400, 80 വർഷം 28800. ഇട്ട 5 എല്ലാം കൂടെ കൂട്ടിയ 80 ഗുണം 5 400. 28800 400 കൂട്ടിയ 29200. ആഹാ, 80 കൊല്ലം ഈ ഭൂമി ജീവിച്ചാൽ കിട്ടുന്നത് 29000. നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു. ഇന്ന് ജനിച്ച കൊച്ച് 80 കൊല്ലം ജീവിച്ച 29200. അപ്പം അതെത്ര മണിക്കൂറായിരിക്കും? 29200 എന്ന് പറയുന്നത് അത് തന്നെ ഒരു ദിവസം 24 മണിക്കൂർ, 10 ദിവസം 240, 100 ദിവസം 2400, 1000 ദിവസം 24000, 10000 ദിവസം 2,40,000, 20,000 ദിവസവും 4,80,000, 30,000 ദിവസം കിട്ടുവാണെങ്കിൽ 7,20,000 കിട്ടിയാൽ അല്ലേ? പക്ഷേ 29,200 എന്ന് പറയുമ്പോൾ 7,800,000. ഹലോ, 80 കൊല്ലം ജീവിച്ചാൽ കിട്ടുന്നത് എത്ര? 7,800,000. അപ്പോൾ 40 കഴിഞ്ഞവർക്ക് 80 വരെ പോയ ഈ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് വന്ന് ഈ വണ്ടി ഒന്ന് 80 വരെ പിടി. എന്നാലും ഞാൻ 80 അങ്ങ് തരിക. 3,04,000. 60 കഴിഞ്ഞവർക്ക് 1,15,200. 65 കഴിഞ്ഞവരാരും ഈ പ്രസംഗം കേൾക്കേ വേണ്ട, പോ പിശാചേ എന്ന് പറഞ്ഞേക്കെ. ഇപ്പൊ 8:50. ഞാനൊരു 2-3 മിനിറ്റിനകത്ത് നിർത്തും. 9 ആകുമ്പോൾ ഈ യോഗം തീരും. 9 തീർന്ന ഞങ്ങൾ ചോറ് പോലും കഴിക്കാൻ നിൽക്കത്തില്ല, ഇവിടുന്ന് പോകും. നിങ്ങളും പോകും. എന്നാ പോകുന്നതിൻ്റെ കാര്യം? അതാ, പോകാൻ ഒരു വീടുണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ പോകുന്നത്. ആൻറ്റി, ഇത്രയും നേരം ഒരു ദൂതും കേട്ടില്ലെങ്കിൽ ഒരു ദൂത് ഞാൻ അങ്ങ് മുഖത്ത് നോക്കി പറയാം. അടുത്ത 300 ദിവസത്തിനുള്ളിൽ മരണം നിങ്ങളെ മാടി വിളിച്ചാൽ, അടുത്ത 500 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ പെട്ടിയിൽ ആംബുലൻസ് വന്നാൽ, ഭൂമിയിൽ നിന്ന് പോകാൻ ഒരു കല്ലറ ഉണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചേ, ഭൂമിയിൽ നിന്ന് പോകാൻ നിങ്ങൾക്കൊരു നിത്യ വീടുണ്ടോ? ഞങ്ങൾക്കുറപ്പാ, ഇന്നും മരിച്ചാലും നിത്യത. ഇന്ന് രാത്രി എൻ്റെ ചോദ്യം, പോകാൻ ഒരു വീടുണ്ടോ? എനിക്കുറപ്പാ, പോകാൻ ഒരു വീട്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ എൻ്റെ വീട്ടിൽ ഞാൻ പോകാൻ കാര്യം എൻ്റെ അപ്പൻ്റെ വീടായതുകൊണ്ടാണ്. അവൻ്റെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം തന്നെ. പോകാനൊരു വീട്.